പുലർച്ചെ 5 മണിയുടെ അലാറം അടിച്ചപ്പോഴാണ് മീര പതിയെ കണ്ണുകൾ തുറന്നത്. എങ്ങനെയോ കൈകൾ നീട്ടി അലാറം ഓഫ് ചെയ്തു. ഇന്നലെ രാത്രി എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോഴും അവ വീണ്ടും അടഞ്ഞു പോകുന്ന പോലെ. തലയ്ക്കാകെ വല്ലാത്ത കനം, ശരീരമാകെ കുഴയുന്ന പോലെ. രാവിലെ ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ എണ്ണം ഓർമ്മ വന്നപ്പോൾ വീണ്ടും കിടന്നാൽ മതിയെന്ന ചിന്തയെ തടയിട്ടുകൊണ്ട് മീര മെല്ലെ എഴുന്നേറ്റിരുന്നു. അടിവയറ്റിൽ വല്ലാത്ത പുകച്ചിലും കൊളുത്തിപ്പിടിച്ച പോലെയുള്ള വേദനയും അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി തോന്നി. അവൾക്കരികിൽ കിടക്കുന്നവനെ അവളൊന്നു നോക്കി. അവനെ കാണും തോറും മീരയുടെ മുഖത്ത് ദേഷ്യവും അറപ്പും അരിച്ചു കയറുന്നുണ്ടായിരുന്നു. തൻ്റെ ശരീരത്തിലെ അവൻ തൊട്ട ഓരോ ഇടങ്ങളും പൊള്ളുന്നതായി അവൾക്ക് തോന്നി. ഇന്നലത്തെ അവൻ്റെ ചെയ്തികൾ ഓർക്കുമ്പോൾ മീരയ്ക്ക് അവളോട് തന്നെ അറപ്പും വെറുപ്പും തോന്നി. ഇനിയും ഈ ക്രൂരത സഹിക്കാൻ പറ്റില്ല. ഇന്നെന്തായാലും ഒരു തീരുമാനമെടുക്കണം. ഒരിക്കൽ താൻ തോറ്റുപോയ ഇടത്തു നിന്ന് തന്നെ വീണ്ടും തുടങ്ങണം. മീര അതും മനസ്സിലാലോചിച്ച് മുഖമൊന്നമർത്തി തുടച്ച് അഴിഞ്ഞു വീണ മുടി വാരിക്കെട്ടി എഴുന്നേറ്റു. ശേഷം നേരെ ചെന്നത് ബാത്റൂമിലേക്കാണ്. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ ആ തണുത്ത വെള്ളം ശരീരത്തെ ഒന്നാകെ നനച്ചെങ്കിലും അവളുടെ ഉള്ളും ശരീരവും ചുട്ടുപൊള്ളുന്നതായി മീരയ്ക്ക് തോന്നി. ദേഹത്ത് വെള്ളം വീണപ്പോൾ അവൻ്റെ പ്രവൃത്തികളുടെ ഫലമെന്നോണം ശരീരം ഒന്നാകെ നീറിപ്പുകയാൻ തുടങ്ങി. അവൻ്റെ മുഖം ആലോചിക്കുമ്പോൾ അവളിലുണ്ടാകുന്ന വെറുപ്പിൽ നിന്ന് തന്നെയാകണം മീര ശരീരത്തിലെ മുറിവുകളെ നോക്കാതെ ദേഹം സോപ്പിട്ട് തന്നെ ഉരച്ചു കഴുകി. എന്നിട്ടും മതിയാകാത്തതുപോലെ ബക്കറ്റ് കണക്കെ തലയിലൂടെ വെള്ളം കമഴ്ത്തി. കുളി കഴിഞ്ഞു പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ മനസ്സിൽ പലതും കണക്കുകൂട്ടിയിരുന്നു. രാവിലെ ഉണരുമ്പോഴേക്കും ചായ ബെഡിലെത്തണമെന്ന് അഖിലിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് വേഗമുണ്ടാക്കി റൂമിലേക്ക് നടന്നു. ബെഡിനരികിലെ മേശയിൽ ചായ ഗ്ലാസ് വെച്ച് അവൾ കുറച്ചു മാറി നിന്നു. എന്നിട്ട് പതിയെ അവനെ വിളിക്കുമ്പോൾ അവൻ മെല്ലെ കണ്ണു തുറന്നു നോക്കി. മേശപ്പുറത്തിരിക്കുന്ന ചായ ഗ്ലാസ് കണ്ട് അഖിൽ മീരയെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവിടെ കൊണ്ടുവെക്കാൻ അറിയുമെങ്കിൽ നിനക്കെന്താടി അതെൻ്റെ കയ്യിൽ തന്നാൽ? അവൻ്റെ ചോദ്യം ഉയർന്നപ്പോഴേക്കും അവൾ പേടിയോടെ ചായ ഗ്ലാസ് അവൻ്റെ നേരെ നീട്ടി. കുളി കഴിഞ്ഞു വന്ന് ഇറനോടെ നിൽക്കുന്ന പെണ്ണിലായിരുന്നു അപ്പോൾ അവൻ്റെ നോട്ടം മുഴുവനും. ഗ്ലാസും കൊണ്ട് അവൾ അവൻ്റെ അരികിലെത്തിയതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തിയതും പെട്ടെന്ന് തന്നെയായിരുന്നു. അവൻ്റെ ശ്വാസത്തിൽ പോലും മദ്യത്തിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മൂക്കിലടിച്ചതും അവൾക്ക് മനം പുരട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും ഇടുപ്പല്ലിനെ ഞെരിച്ചു കളയുന്ന തരത്തിൽ അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി. വേദന കൊണ്ട് പുളയുന്ന പെണ്ണിൻ്റെ കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തുമ്പോൾ അവൾ വേദന സഹിക്കാൻ കഴിയാത്തവണ്ണം പുളഞ്ഞു. വേദന കൊണ്ട് പിടയുന്ന അവളിലേക്ക് ബലമായി തന്നെ അവൻ വീണ്ടും പടർന്നു കയറാൻ തുടങ്ങുമ്പോഴേക്കും അവൾ എവിടെ നിന്നോ വന്ന ഉൾപ്രേരണയാൽ അവനെ തള്ളി മാറ്റിയിരുന്നു. അവൻ നേരെ വന്നു വീണത് ബെഡിലേക്കായിരുന്നു. അതവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അഖിലിന്റെ കണ്ണുകളിൽ മീരയോടുള്ള ദേഷ്യം ആളിക്കത്തി. അവനൊരു ക്രൂര മൃഗത്തെ പോലെ അവളുടെ നേരെ ചീറി വന്നതും മീര പേടിച്ച് ചുമരോട് ചേർന്ന് നിന്നു. അഖിലിന്റെ കൈയുടെ ചൂട് അവളുടെ കവിളിൽ പതിഞ്ഞതും അവൾ നിലത്തേക്ക് വീണുപോയിരുന്നു. എന്താടി നീ ചെയ്തതെന്ന് പറഞ്ഞ് അവളുടെ മുടിക്ക് പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവളിൽ നിന്നും കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു. തന്നെ തള്ളി മാറ്റിയതിനുള്ള പ്രതികാരം എന്ന വണ്ണം അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. ശേഷം ബലമായി തന്നെ അവൻ അവളിലേക്ക് പടർന്നു കയറി. കുറെ നേരം അവളുടെ കരച്ചിലും ശ്വാസനിശ്വാസങ്ങളും അവൻ്റെ ക്രൂര പ്രവൃത്തികൾക്കിടയിൽ ആ 4 ചുമരുകൾക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അവസാനം തൻ്റെ വാശിയും ദേഷ്യവും തീർന്നു കഴിഞ്ഞതും അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി. അപ്പോഴും അവൾ ആ മുറിയുടെ ഒരു മൂലയിൽ ചുമരോട് ചേർന്ന് ചുരുണ്ടുകൂടി കിടന്നു. കരയാൻ ഇനി കണ്ണുനീരില്ലാത്തതുപോലെ അവളുടെ കണ്ണുകൾ വറ്റി വരണ്ടു പോയിരുന്നു. ഇനി ഒന്നിനും പറ്റാത്തതുപോലെ അവളുടെ ശരീരമാകെ കുഴഞ്ഞു പോയിരുന്നു. അവൻ കുളി കഴിഞ്ഞു വരുന്നതും ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് പോകുന്നതും പാതി അടഞ്ഞ കൺപീലികൾക്കിടയിലൂടെ മീര കാണുന്നുണ്ടായിരുന്നു. അഖിൽ പോകുമ്പോൾ മുൻപിലെയും പിന്നാമ്പുറത്തെയും വാതിൽ ലോക്ക് ചെയ്തിരുന്നു. ഇതിന്റെ മുൻപേ ഒരിക്കൽ അവന്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതെ മീര ഇറങ്ങിപ്പോയിരുന്നു. മീര വളർന്നത് ഓർഫണേജിലായതുകൊണ്ട് തന്നെ വീണ്ടും അവർക്കൊരു ഭാരമാകാതിരിക്കാൻ അവിടേക്ക് പോയില്ല. ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് കയറിയിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആ കാലൻ എങ്ങനെയോ അറിഞ്ഞ് ഷോപ്പിൽ വന്നു. ഭാര്യയുമായി ചെറിയൊരു സൗന്ദര്യ പ്രശ്നം എന്ന അവൻ്റെ കള്ള നാടകത്തിൽ അവരും വീണുപോയി. അങ്ങനെ വീണ്ടും തിരിച്ച് ഈ നരകത്തിൽ തന്നെ എത്തിപ്പെട്ടു. അതിൻ്റെ ശേഷമാണ് 2 ഡോറും ലോക്ക് ചെയ്ത് അഖിൽ പോകാൻ തുടങ്ങിയത്. ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഓർഫണേജിൽ പെണ്ണ് ചോദിച്ചു വരുമ്പോൾ കൂടെ ഒരു അമ്മയും അച്ഛനും കൂടി ഉണ്ടായിരുന്നു. അമ്മ അച്ഛൻ മകൻ എന്ന ആ നാടകം അതിമനോഹരമായതുകൊണ്ട് തന്നെ സിസ്റ്ററമ്മ അവൻ്റെ നാടകത്തിൽ വീണുപോയി. പിന്നീട് 2 ദിവസം അമ്മയും അച്ഛനും എന്ന് പറയുന്ന ആ 2 പേരിവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം അവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാമല്ലോ.
മരിച്ചു കളഞ്ഞാലോ എന്ന് മീരയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും അഖിലിനെപ്പോലൊരു ക്രൂരനു വേണ്ടി ഒരിക്കലും തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ മീര ഒരുക്കമായിരുന്നില്ല. ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരവസരത്തിനായി അവൾ കാത്തുനിന്നു. പക്ഷേ ഇനി വയ്യ എന്ന് മീരയ്ക്ക് തോന്നി. ശരീരം അത്രയ്ക്കും കുഴയുന്ന പോലെ. ഇനിയും ഇവിടെ നിന്നാൽ താൻ സ്വയം മരിക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ മരിക്കുമെന്ന് അവൾക്ക് തോന്നി. എന്തോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം കുറേ നേരം ആ കിടപ്പ് അവൾ കിടന്നു. ശേഷം പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അടുപ്പിലെ കനലെല്ലാം കെട്ടുപോയിരുന്നു. ചെമ്പിന്റെ മൂടി മെല്ലെ തുറന്നു നോക്കിയപ്പോൾ ചോറെല്ലാം കഞ്ഞിയായിട്ടുണ്ട്. മീര അതിൽ നിന്നും കുറച്ചെടുത്ത് ഉപ്പിട്ടിളക്കി വായിലേക്ക് വെച്ചതും കണ്ണീന്ന് പൊന്നീച്ച പാറിപ്പോയി. അടികിട്ടിയ വായ പൊട്ടിയിരുന്നു. എങ്കിലും കുഴഞ്ഞു പോകുന്ന ശരീരത്തെ ഓർത്തവൾ എങ്ങനെയോ കുറച്ചു കുടിച്ചു. ശേഷം റൂമിൽ ചെന്ന് ഓർഫനേജിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതിൽ നിന്നും 2 ജോഡി ഡ്രസ്സ് മാത്രം ഒരു ചെറിയ ബാഗിലാക്കി വെച്ചു. അവൻ്റേതായ ഒന്നും അവൾക്കിനി വേണ്ടെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. മാത്രവുമല്ല, അത്ര ഭാരം വഹിക്കാനേ അവളുടെ കുഞ്ഞു ശരീരത്തിന് അപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. കല്യാണത്തിന്റെ അന്ന് സിസ്റ്ററമ്മ തന്നെ ഒരു വളയും ചെറിയൊരു മാലയും കൂടി ബാഗിന്റെ ഏറ്റവും അടിയിലേക്കായി വെക്കുമ്പോൾ അവൾ കരഞ്ഞുപോയിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് സിസ്റ്ററമ്മ അന്ന് തന്റെ കയ്യിലേക്ക് വെച്ചു തന്ന 500-ന്റെ 5 നോട്ടുകൾ അവളുടെ കരച്ചിലിന്റെ ആക്കം ഒന്നുകൂടെ കൂട്ടി. അന്ന് താൻ ചുരുട്ടിപ്പിടിച്ച ആ നോട്ടുകളുടെ ചുളിവ് ഇപ്പോഴും പോയിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഇവിടെ നിന്ന് പുറത്തു പോയെങ്കിലല്ലേ പണത്തിന്റെ ആവശ്യം വരികയുള്ളൂ. തന്റെ ജീവിതം ഓർത്തപ്പോൾ മീരയ്ക്ക് സ്വയം പുച്ഛം തോന്നി. പിന്നീട് അഖിൽ വരുന്ന സമയമാവാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവൾ. സമയം ഏറെയായതും എല്ലായിടത്തെ ലൈറ്റും ഓഫ് ചെയ്ത് അവൾ മെല്ലെ ഉമ്മറത്തെ വാതിൽക്കലേക്ക് നടന്നു. പിന്നെ പതിയെ ആ വാതിൽക്കൽ ഇരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്താണ് ഇനി തന്നെ കാത്തിരിക്കുന്നതെന്നോ ഒന്നും മീരയ്ക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇനി ആ നരകത്തിൽ നിൽക്കാൻ മീര തയ്യാറല്ലായിരുന്നു. ആ വീട്ടിലെ കൂരിരുട്ടിൽ അവളുടെ നിശ്വാസം മാത്രം നിറഞ്ഞു നിന്നു. 8 മണിയോടടുത്തതും പുറത്ത് അവന്റെ വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ടതും അവൾ വേഗം എഴുന്നേറ്റ് ഡോറിന്റെ സൈഡിലേക്ക് ചേർന്നു നിന്നു. അപ്പോഴും ബാഗിൽ അവൾ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോഴേ ചുറ്റും നിറഞ്ഞു നിന്ന ഇരുട്ടിലേക്ക് അവനൊന്ന് തുറച്ചു നോക്കിയെങ്കിലും കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ ചെന്ന് ലൈറ്റിട്ടു. എന്നാൽ അപ്പോഴേക്കും അവളിറങ്ങി മുറ്റം നടന്നു കഴിഞ്ഞിരുന്നു. അവൻ നേരെ പോയി ഫ്രഷായി വരുമ്പോഴും അവളുടെ യാതൊരു അനക്കവുമില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ മീരയെ തിരക്കിയത്. അല്ലെങ്കിലും അവന്റെ ആവശ്യങ്ങൾക്ക് മാത്രം അവൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നല്ലോ അവൾ. മീര അവിടെയൊന്നും ഇല്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ ദേഷ്യത്തിൽ കൈകുടഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. എന്നാൽ ആ സമയം മതിയായിരുന്നു അവൾക്ക് അവന്റെ കണ്ണു വെട്ടിച്ച് മെയിൻ റോഡിലേക്ക് കയറാൻ. ആവതിയില്ലാഞ്ഞിട്ടും കാലുകൾ പെറുക്കി വെച്ച് ധൃതിയിൽ നടക്കുമ്പോൾ അവൾക്ക് ക്ഷീണം തോന്നിയില്ല. കാരണം എങ്ങനെയും അവനിൽ നിന്നും രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത. രാത്രിയായതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം സജീവമായിരുന്നു. കുറച്ചു ദൂരം ചെന്നതും ബൈക്ക് നിർത്തി ചുറ്റും നിരീക്ഷിക്കുന്ന അഖിലിനെയാണ് മീര കാണുന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുറച്ചു മാറി തമ്പടിച്ചിരിക്കുന്ന നാടോടികളെ അവൾ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ അവർക്കരികിലേക്ക് ചെന്ന് അവരുടെ മറ പറ്റി അവൾ ഇരുന്നു. ആരെയോ അന്വേഷിക്കുന്നത് പോലെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതുന്ന അവനിലേക്ക് തന്നെ ഭയത്തോടുകൂടെ നോക്കുന്ന അവളെ ആ സ്ത്രീകളിൽ ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം അവൾക്ക് നേരെയാണെന്നറിഞ്ഞതും അവൾക്കൊരു സുരക്ഷ എന്ന പോലെ ആ സ്ത്രീ അവൾക്ക് മറയായി തിരിഞ്ഞിരുന്നു. ശേഷം ലക്ഷ്യം കാണാതെ അവൻ ദേഷ്യത്തോടെ വണ്ടിയെടുത്തു പോയതും അവൾ ഒന്ന് ശ്വാസം നേരെ എടുത്തു. ആ സ്ത്രീ അവളെ നോക്കിയൊന്ന് ചിരിച്ചതും മീര അവർക്ക് നേരെ കൈകൂപ്പി. അത് കാണെ ആ നാടോടി പെണ്ണ് ഒന്നുമില്ലെന്ന പോലെ മീരയ്ക്ക് നേരെ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. അവൾക്ക് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാളെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ നന്നേ ചെറുതാണ്. തന്റെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന ആ കുഞ്ഞിനെ അവൾ പുറത്ത് പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അനാഥാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ രാത്രികളിൽ ഇതുപോലെ ചേർത്ത് പിടിച്ച് കിടക്കാൻ തന്റെ അമ്മ വന്നിരുന്നെങ്കിൽ എന്നോർത്ത് കരഞ്ഞു കിടന്നിരുന്ന കുഞ്ഞു മീരയെ അവൾ ഓർത്തെടുത്തു. കുഞ്ഞുറങ്ങിയെന്ന് മനസ്സിലായതും ചുമരിനോട് ചേർന്ന് കിടക്കുന്ന മൂത്ത കുഞ്ഞിന്റെ അടുത്തേക്ക് ഇളയ കുഞ്ഞിനെ ചേർത്ത് കിടത്തി. ശേഷം തന്റെ പാതിയായവന്റെ അരികിലേക്ക് ചേർന്ന് കിടന്ന് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവൾ പതിയെ കണ്ണുകൾ അടച്ചു. അതറിഞ്ഞെന്ന വണ്ണം അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. ശേഷം ഒരു ചിരിയോടെ തന്റെ മക്കൾക്ക് നേരെ തിരിഞ്ഞു കിടന്നവൾ അവരെ ചേർത്തു പിടിച്ചു. അപ്പോഴും അവന്റെ കൈ അവളെ ചേർത്തു പിടിച്ചിരുന്നു. ഒരു നിമിഷം മീര ആ കാഴ്ച നോക്കി നിന്നു. എന്തിനെന്നറിയാതെ മീരയ്ക്ക് ആ പെണ്ണിനോട് തെല്ലൊരു അസൂയ തോന്നി. 4 ചുമരുകളുടെ സംരക്ഷണമില്ലാഞ്ഞിട്ടും ഏറെ സമാധാനത്തോടെ അവനോട് ചേർന്ന് കിടന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ആ പെണ്ണിനെ, ആ ഭാര്യയെ, ആ അമ്മയെ അവൾ കൊതിയോടെ നോക്കി നിന്നു. താനും കൊതിച്ചത് ഇതുപോലെ ഒരു സ്നേഹമായിരുന്നില്ലേ? ആ നിമിഷം അവൾക്ക് ഓർമ്മ വന്നത് അഖിലിന്റെ മുഖമാണ്. തന്റെ ഭർത്താവ്. എവിടെയാണോ തനിക്ക് സംരക്ഷണം കിട്ടേണ്ടത്, ആരാണോ തനിക്ക് സംരക്ഷണം തരേണ്ടത്, അതേ ആളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടി വന്നിരിക്കുന്നു.
അപ്പോഴവളിൽ വിരിഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു, പുച്ഛം നിറഞ്ഞൊരു ചിരി. ഏറ്റവും സുന്ദരമായൊരു ബന്ധത്തിന്റെ ചിത്രം പകർത്തിയെടുക്കാൻ എന്ന പോലെ മീര അവരെ തന്നെ കുറച്ചുനേരം നോക്കി നിന്നു. പിന്നെ മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിച്ചു. ശേഷം ഇറങ്ങി നടന്നു. റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ ആയിരുന്നു അവളുടെ ലക്ഷ്യം. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഈ നാട്ടിൽ നിന്നും വണ്ടി കയറണം. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ബസ് വന്ന് കുറച്ചു മുൻപിലായി കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിർത്തി. എങ്ങനെയോ ഓടി കയറി കിട്ടിയ സീറ്റിൽ ഇരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ ശൂന്യമായിരുന്നു. എന്തായാലും വരുന്നത് വരട്ടെ, ഇതിലും വലുതെന്തായാലും ഇനി വരാനില്ലല്ലോ എന്നായിരുന്നു അവളുടെ ധൈര്യം. റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്ത് വിൻഡോ സീറ്റിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവളിൽ നാളെയുടെ പ്രതീക്ഷകൾ നാമ്പെടുത്തു തുടങ്ങുന്നുണ്ടായിരുന്നു. സിസ്റ്റർ അമ്മയുടെ അവിടേക്ക് ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് തന്നെ ഈ വെപ്രാളത്തിനുള്ളിലൂടെ അവിടെ പോയി കാണണ്ട എന്ന് വിചാരിച്ചു. കണ്ടിട്ടും എന്തു പറയാനാണ്? ഒരുപാട് വേദന തിന്ന് തോറ്റുപോയവളുടെ കഥയോ? ഒരിക്കൽ പോണം, ഏറെ സന്തോഷത്തോടെ. ഇപ്പോൾ തൽക്കാലം ഈ ഒഴുക്കിൽ നിന്നും ഏതെങ്കിലും സുരക്ഷിതമായൊരു തീരത്തണയണം, അത്രയുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ എന്ന വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അവസാന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ നന്നേ ആള് കുറവായിരുന്നു. ബസ് ഇറങ്ങി നടക്കുമ്പോഴാണ് അവൾക്ക് പിന്നാലെ 2-3 പേര് കൂടിയത് അവൾ അറിയുന്നത്. നടത്തത്തിന്റെ വേഗത അവൾ കൂട്ടുന്നതിനനുസരിച്ച് അവരും സ്പീഡ് കൂട്ടി. അവൾക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ടായിരുന്നു. തന്റെ പിന്നാലെയുള്ള കാലുകളുടെ വേഗത കൂടുന്നത് കൊണ്ട് തന്നെ അവൾ സ്പീഡിൽ ഓടി തുടങ്ങിയിരുന്നു. മെയിൻ റോഡിൽ നിന്നും ഓടിക്കേറിയത് വേറൊരു റോഡിലേക്കാണെന്ന് അവൾ ശ്രദ്ധിച്ചില്ല. കുറച്ചു മാറിയുള്ള റോഡായതിനാൽ അധികം വണ്ടികളൊന്നും അതിലെ പോയിരുന്നില്ല. കുറച്ചു ദൂരം കൂടി ഓടി വേറൊരു റോഡിലേക്ക് കയറിയതും അവൾ ചെന്നു നിന്നത് ഒരു വണ്ടിയുടെ മുൻപിലാണ്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. അതൊരു പോലീസ് ജീപ്പാണെന്ന് മനസ്സിലായതും അവൾക്ക് ആശ്വാസമായി. രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് നേരെ കൈകൾ കൂപ്പുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്തുള്ള സീറ്റിൽ നിന്നും പുറത്തിറങ്ങിയ ആളെ കണ്ടതും അവളുടെ പിന്നാലെ ഓടി വന്നവർ അവളെ വിട്ടു പിന്തിരിഞ്ഞോടിയിരുന്നു. ഇരുട്ടത്തോടി മറയുന്ന ആളുകളെ നോക്കി അയാൾ അവളോട് പറഞ്ഞു, പേടിക്കണ്ട, അവർ പോയി. അത് കേട്ടതും അവളിൽ നേരിയ ഒരു ആശ്വാസം വന്നു നിറയുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കിക്കണ്ടു. കുട്ടിക്ക് വെള്ളം വേണോ? അവൻ അത് അവളോട് ചോദിച്ചതും അവൾ വേണമെന്ന് തലയാട്ടി. അവൾ ആ വെള്ളം ആർത്തിയോടെ കുടിക്കുന്നത് കണ്ടതും അവൻ എന്തോ പോലെ തോന്നി. ഇരുനിറത്തിൽ ആവശ്യത്തിന് തടിയും ഒത്ത ഉയരവുമുള്ള 28 വയസ്സ് പ്രായമുള്ള ഒരു പോലീസുകാരനാണെങ്കിലും ഗൗരവത്തിന് പുറമെ എവിടെയോ ഒരു നിഷ്കളങ്കത ആ മുഖത്ത് നിറഞ്ഞു കണ്ടിരുന്നു. അവൻ അവളെ തന്നെ നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ഭയം കൊണ്ടോ എന്തോ വിളറി വെളുത്ത മുഖം, എണ്ണമയമില്ലാതെ പാറിപ്പറന്ന മുടി, വെളുത്തു മെലിഞ്ഞ് ഒരു 20 വയസ്സ് പ്രായം തോന്നിക്കും. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവൾക്ക് ആവതിയില്ലെന്ന് അവന് തോന്നി. എന്താ ഈ സമയം ഒറ്റയ്ക്ക്? കുട്ടിയുടെ വീട് എവിടെയാ? അവനത് ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൾ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. തൻ്റെ പേരെന്താ? മീര. അവനത് ചോദിക്കുമ്പോൾ അവൾ മെല്ലെ പറഞ്ഞു. ശരി, മീരയ്ക്ക് എവിടേക്കാ പോകേണ്ടത്? പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടാക്കാം. അവനത് പറയുമ്പോൾ അവൾ ചിന്തയിലായിരുന്നു. പോകാൻ ഒരിടമില്ലാത്തവൾ എങ്ങോട്ടാണ് പോകേണ്ടത്? എന്തായാലും ഒറ്റയ്ക്കിനി വയ്യ. ഇനിയും ഇതുപോലെ വല്ലതും സംഭവിച്ചാൽ ഓർക്കാൻ കൂടി വയ്യ. അത് സാർ, എനിക്ക് പോകാൻ ഒരിടമില്ല. എനിക്ക് ആരുമില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാൽ വലിയ ഉപകാരമാവും. അത്രയും പറയുമ്പോൾ അവളുടെ കണ്ണിൽ ഒരു പ്രതീക്ഷ ഉള്ളതുപോലെ അവന് തോന്നി. അപ്പോഴും വല്ലാത്തൊരു ദയനീയത ഉണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ. അവൾ അവനെയും കൂടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരനെയും മാറി മാറി നോക്കി. അപ്പോൾ വീട്? എനിക്ക് വീടില്ല സാർ, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനൊരു ഓർഫണാണ്. അത് കേട്ടതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. സാർ, എന്താണിപ്പോൾ ചെയ്യുക? സാറിൻ്റെ ട്രെയിനിന് സമയമായി. അയാളത് പറയുമ്പോൾ അവൻ ചിന്തിച്ചതും അതുതന്നെയായിരുന്നു. അവൻ വാച്ചിലേക്കൊന്ന് നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ആരും കൂട്ടിനില്ലാത്തൊരു നിസ്സഹായാവസ്ഥ. മീരയ്ക്ക് എത്ര വയസ്സായി? 22. അവനൊന്ന് മൂളി. കയറ്. കുറച്ചു നേരം കഴിഞ്ഞതും ജീപ്പിന്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ വേഗം കയറിയിരുന്നു. കുറെ ദൂരം ഓടിയതുകൊണ്ട് തന്നെ മീരയ്ക്ക് വീണ്ടും ക്ഷീണം കൂടിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ എത്തിയതും അവൻ ഡോർ തുറന്നിറങ്ങി. ശേഷം അവൾക്കായി ഡോർ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും രവീന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയിരുന്നു. എന്നാ ശരി രവിയേട്ടാ, കാണാം. അതും പറഞ്ഞ് അവൻ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചു. തിരിച്ചയാളും. അല്ല വിഷ്ണു, ഈ കുട്ടിയെ ഇപ്പോൾ എന്താ ചെയ്യാ? അപ്പോഴാണ് അവൾ അവൻ്റെ പേര് കേൾക്കുന്നത്. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. എനിക്ക് നാളെ രാവിലെ തന്നെ ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. തൽക്കാലം എൻ്റെ കൂടെ പോരട്ടെ, ബാക്കി നാളെ നോക്കാം. സാർ, ഞാൻ കൂടി വരണോ അകത്തേക്ക്? വേണ്ട രവിയേട്ടാ, സമയം ഒരുപാടായില്ലേ. വേഗം വീടെത്താൻ നോക്ക്, ഞാൻ ഇടയ്ക്ക് വിളിക്കാം.
അത്രയും പറഞ്ഞ് അവനൊന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. വാ. അവൻ അവളെ വിളിച്ചതും അവളും കൂടെ ചെന്നു. നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് അവൾക്ക് കൂടി ടിക്കറ്റ് ശരിയാക്കി അവൻ അവളെയും കൂട്ടി നേരെ ചെന്നത് ഹോട്ടലിലേക്കായിരുന്നു. അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത് അവൾക്കെതിരെയുള്ള സീറ്റിൽ അവനും ഇരുന്നു. എന്തോ അവന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അവൾക്ക് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു പിടി വായിൽ വെച്ചതും അവൾ ഒന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. അത് കണ്ടതും അവനൊന്ന് ഞെട്ടി. എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ പതിയെ പറഞ്ഞു. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ വെറുതെ പ്ലേറ്റിൽ കൈയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. നല്ല എരിവുണ്ടോ? അവളുടെ കണ്ണു നിറഞ്ഞത് കണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് വായ പൊട്ടിയിരിക്കുക, അവൾ മെല്ലെ പറഞ്ഞു. വായ്പുണ്ണാണോ? അവന്റെ ചോദ്യത്തിന് അവൾ ദയനീയമായൊന്നു നോക്കി. അല്ല, അടിച്ചതാ. അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി തുടങ്ങിയിരുന്നു. ആര്? അവനൊരു ഞെട്ടലോട് ചോദിച്ചു. എൻ്റെ ഭർത്താവ്. അത് പറയുമ്പോൾ അവളുടെ തല കുനിഞ്ഞു പോയിരുന്നു. അവനും ഒന്ന് ഞെട്ടിയിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ? അവൻ ആലോചിക്കുമ്പോഴേ അവളോട് പാവം തോന്നി. അവൻ വേഗം അവൾക്ക് ജ്യൂസ് ഓർഡർ ചെയ്തു. അത് കുടിച്ചപ്പോഴാണ് അവൾക്ക് സമാധാനം തോന്നിയത്. ഫുഡ് വേസ്റ്റാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഓർഡർ ചെയ്ത ഫുഡ് അവനും കുറച്ചു കഴിച്ചു. അതൊരു കൗതുകത്തോടെയാണ് മീര നോക്കി കണ്ടത്. ശേഷം ബിൽ പേ ചെയ്ത് അവൻ നേരെ ചെന്നത് ലേഡീസിന്റെ റെസ്റ്റ് റൂമിലേക്കായിരുന്നു. ചെല്ല്, പോ ഒന്ന് ഫ്രഷ് ആയി വാ, ട്രെയിൻ ഇപ്പോൾ വരും. അവൻ അത് പറഞ്ഞതും അവൾ മെല്ലെ തലയാട്ടി അകത്തേക്ക് പോയി. തിരിച്ചവൾ വരുമ്പോൾ ഫോണിൽ എന്തോ നോക്കി അവിടെ പുറത്തു തന്നെ അവൻ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ ഫോൺ പോക്കറ്റിലിട്ട് മുന്നോട്ട് നടന്നു. കൂടെ അവളും. തൻ്റെ ആരുമല്ലെങ്കിലും അവൻ കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക സുരക്ഷ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല എന്നതുപോലെ. ഒരുപക്ഷെ അവനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടാവാം. അവിടുത്തെ ടൈൽസ് പാകിയ സിമന്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ട്രെയിൻ വന്നതും അവൻ അവളെ തട്ടി വിളിച്ചു. രണ്ടുപേർക്കും തൊട്ടടുത്ത സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അവൻ അവൾക്ക് തൻ്റെ വിൻഡോ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിരുന്നു. ഉറങ്ങിക്കോ, നേരം വെളുക്കും അവിടെ എത്താൻ. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. അവനത് പറഞ്ഞു വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞു. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. അവന്റെ ആ വാക്കുകളായിരുന്നു അവളുടെ കാതിൽ നിറഞ്ഞു നിന്നത്. ഇതുവരെ തന്നോട് ആരും പറയാതിരുന്ന വാക്ക്. അതെ, അവനുണ്ട് കൂടെ. ആ ധൈര്യത്തിൽ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അവന്റെ തോളിലേക്ക് അവൾ ചാഞ്ഞു കിടന്നപ്പോഴാണ് അവൻ അവളെ ഒന്ന് നോക്കിയത്. പുറത്തുനിന്നും വരുന്ന കാറ്റിൽ അവളുടെ മുഖത്തേക്ക് മുടിയകൾ പാറി വീഴുന്നുണ്ട്. സമാധാനമായി കിടന്നുറങ്ങുന്ന മുഖം. നേരത്തെ കണ്ടതിൽ നിന്നും ഒരു പുഞ്ചിരി എവിടെയോ ഒളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. പാവം, അവൻ മനസ്സിൽ വിചാരിച്ചു. എനിക്ക് വീടില്ല സാർ, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനൊരു ഓർഫണാണ്. അവന്റെ കാതിൽ അപ്പോഴും മുഴങ്ങിക്കേട്ടത് അവളുടെ ഈ വാക്കുകളാണ്. തനിക്കല്ലാതെ മറ്റാർക്കാണ് അവളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുക? കാരണം അവളെപ്പോലെ തന്നെ താനും ഒരു അനാഥനാണല്ലോ. ആർക്കും വേണ്ടാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജന്മം. മറ്റുള്ള കുട്ടികൾ അവരുടെ അമ്മയെയും അച്ഛനെയും പറ്റി പറയുമ്പോൾ താനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തനിക്കും അമ്മയെയും അച്ഛനെയും വേണമെന്ന്. ഇടിവെട്ടി പെയ്യുന്ന രാത്രികളിൽ പേടിച്ചു കരഞ്ഞിരുന്നത്. പനിച്ചു വിറച്ച ദിവസങ്ങളിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ തോളിൽ കിടക്കാൻ കൊതിച്ചത്. എല്ലാവരുടെ കളിയാക്കലുകളും അവഗണനയും സഹിച്ച് ഇന്ന് താൻ നേടിയെടുത്തത് IPS എന്ന തൻ്റെ ആ വലിയ സ്വപ്നമാണ്. പുച്ഛത്തോടെ കണ്ടിരുന്നവരുടെ കണ്ണുകളിൽ ഇന്ന് തന്നെ കാണുമ്പോൾ കാണുന്നത് അഭിമാനവും അസൂയയുമാണ്. അവഗണിച്ചവരുടെ കണ്ണുകളിൽ ഇന്ന് താൻ കാണുന്നത് ബഹുമാനമാണ്. പക്ഷേ ഇവളെ ഇന്ന് അവിടെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയല്ലേ? അവൻ പതിയെ കണ്ണടച്ചു കിടന്നു. അപ്പോഴും അവന്റെ കണ്ണീര് ചെവിത്തട്ടിനു പിന്നിൽ ഒരു സാഗരം സൃഷ്ടിച്ചിരുന്നു. ഉറക്കത്തിൽ മീര അഖിലിനെ കണ്ട് പേടിച്ചു വിറച്ചു. നീ എവിടെ പോയാലും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്റെ കൺവെട്ടത്തിൽ നിന്ന് ഒളിച്ചു ജീവിക്കാമെന്ന് കരുതിയോ? ഇല്ല, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല. അത്രയും പറഞ്ഞ് അഖിൽ അവൾക്ക് നേരെ വരുമ്പോൾ അവൾ പേടിയോടെ പിന്നോട്ട് നീങ്ങി. അവസാനം ചുമരിൽ ചെന്നിടിച്ചതും അവളൊന്ന് ഞെട്ടി. വിച്ചേട്ടാ, വിച്ചേട്ടാ, അവൾ ഓർത്തു നിലവിളിച്ചു. അത് കേൾക്കെ അഖിൽ ഒന്നുകൂടെ ഉറക്കെ ചിരിച്ചു. അത് കാണെ അവൾ അവനെ ഒന്ന് തുറിച്ചു നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നേ? നീ ആരെയായി വിളിക്കുന്നേ? ഓ, നിന്റെ വിച്ചേട്ടനെ ആയിരിക്കുമല്ലേ? എനിക്കറിയാം നീയെന്ന് വെച്ചാൽ അവന് ജീവനാണെന്ന്. നീ വിളിച്ചാൽ അവന് വരാതിരിക്കാനാവില്ലെന്ന്. അതുകൊണ്ട് ആദ്യമേ അവന്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമാക്കി. അവനിപ്പോ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവും, അതായത് അങ്ങ് പരലോകത്ത്. അതും പറഞ്ഞ് അഖിൽ പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും മീര അവന്റെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചിരുന്നു. നീ എന്ത് പറഞ്ഞടാ? നീ എന്റെ വിച്ചേട്ടനെ? അപ്പോഴേക്കും അവൻ അവളെ ബലമായി അവനോട് ചേർത്തിരുന്നു. അപ്പൊ എങ്ങനെയാ മോളെ, പോവാല്ലേ നമ്മുടെ ആ പഴയ സ്വർഗത്തിലേക്ക്? അതും പറഞ്ഞവൻ അവളെ പിടിച്ചു വലിച്ചതും അവൾ ആർത്തു നിലവിളിച്ചു. ഇല്ല, ഞാൻ വരില്ല. എന്റെ വിച്ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല.
കണ്ണു തുറക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പുലമ്പുന്ന അവളുടെ ഒച്ച കേട്ടാണ് വിഷ്ണു കണ്ണു തുറക്കുന്നത്. ഞാൻ വിച്ചേട്ടൻ്റെയാ, വിച്ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല. ഇത് തന്നെ പറഞ്ഞ് കൈയിട്ടടിക്കുന്ന അവളെ അവനൊന്ന് പകച്ചു നോക്കി. പിന്നെ പതിയെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് വിളിച്ചു, മീര നോക്ക്, ഒന്നുമില്ല, കണ്ണു തുറന്നേ. അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഞെട്ടി കണ്ണു തുറന്ന അവൾ കാണുന്നത് തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വിഷ്ണുവിനെയാണ്. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ ശ്വാസഗതിയിൽ നിന്നും അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. വിച്ചേട്ടാ, അവൻ പിന്നെയും. ശേഷം അവൾ അവനിൽ നിന്നും അകന്നു മാറി അവൻ്റെ കയ്യും മുഖവും നെഞ്ചുമെല്ലാം തൊട്ടു നോക്കി. വിച്ചേട്ടനൊന്നും പറ്റിയില്ലാലോ? ഞാൻ പേടിച്ചു പോയി. എൻ്റെ വിച്ചേട്ടന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ. അത് പറഞ്ഞു മുഴുമിപ്പിക്കാതെ അവൾ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു. അവളിപ്പോഴും സ്വപ്നത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെന്ന് അവന് തോന്നി. അവളുടെ കണ്ണീരിനാൽ അവൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞിരുന്നു. അവനും കരഞ്ഞുപോയിരുന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളെ അവനും ചേർത്ത് പിടിച്ചിരുന്നു. ശേഷം പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു. അവൻ്റെ ഹൃദയതാളം കേട്ട് അവൾ ഉറങ്ങി. അപ്പോഴും അവളുടെ വിച്ചാട്ടൻ എന്ന വിളി അവനെ അസ്വസ്ഥമാക്കി തുടങ്ങിയിരുന്നു. ഇതുവരെ ആരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹത്തിൻ്റെ കണിക അവളുടെ വിച്ചാട്ടൻ എന്ന വിളിയിലുണ്ടോ എന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പിന്നെ എപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങി. അവർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ സമയം ഏകദേശം പുലർച്ചെ 5 മണിയോടടുത്തിരുന്നു. ഇന്നലെ രാത്രി സ്വപ്നം കണ്ടതോ വിഷ്ണുവിൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയതോ ഒന്നും മീരയ്ക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. വീണ്ടും പഴയതുപോലെ ഒരു അകൽച്ച അവളുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അതിനെപ്പറ്റി പിന്നെ ഒന്നും ചോദിച്ചില്ല. അവിടുന്ന് ചായയും കുടിച്ച് ടാക്സി വിളിച്ചാണ് അവൻ്റെ ഫ്ലാറ്റിലേക്ക് അവർ പോയത്. ഫ്ലാറ്റിലെത്തിയ ഉടനെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൻ കയറി കിടന്നു. തൊട്ടടുത്ത റൂം കാണിച്ച് മീരയോട് അവൻ അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ആരുടെയും ശല്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ നന്നായി ഉറങ്ങിയിരുന്നു. ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടാണ് മീര പതിയെ കണ്ണു തുറന്നത്. അവൾ മെല്ലെ എഴുന്നേറ്റ് പോയി വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത്. അവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പിയുണ്ടായിരുന്നു. അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, അവളും തിരിച്ചു പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങിയത് അടുക്കളയിൽ ഇരിപ്പുണ്ട്. തനിക്ക് സമയമാകുമ്പോൾ എടുത്തു കഴിച്ചോളൂ. പിന്നെ ചായയോ കാപ്പിയോ എന്തേലും വേണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ കിച്ചണിലുണ്ട്. എനിക്കിന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്, ലേറ്റ് ആവാൻ പറ്റില്ല. അതും പറഞ്ഞവൻ മുൻപോട്ട് പോയി. ഡോറിൻ്റെ അടുത്തെത്തിയതും അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ശേഷം പറഞ്ഞു, പരിചയമില്ലാത്ത സ്ഥലമല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, ഡോർ അടച്ചകത്തിരുന്നോളൂ. ഞാൻ വന്നിട്ട് വിളിക്കാം. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ കൊടുത്തു വിട്ടേക്കാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ അവനെ കാത്തു നിന്നെന്ന വണ്ണം ഒരു പോലീസ് ജീപ്പ് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അവൻ അതിൽ കയറി പോകുന്നത് ജനാലയ്ക്കിടയിലൂടെ അവൾ നോക്കിക്കണ്ടു. തന്നെ നോക്കി നിൽക്കുന്ന അവളെ അവനും റിയർവ്യൂ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവനൊന്ന് ശ്വാസം വലിച്ചെടുത്തു. പിന്നെ തൻ്റെ ജോലിക്കാര്യങ്ങളിലേക്ക് ചിന്തകളെ കടത്തിവിട്ടു. ഉച്ചയ്ക്ക് കൃത്യസമയത്ത് തന്നെ അവൻ പറഞ്ഞു വിട്ടയാൾ അവൾക്ക് ഫുഡ് കൊണ്ടുകൊടുത്തിരുന്നു. അത് കഴിച്ച ശേഷം അവൾ മെല്ലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചെന്നു. 2 മുറിയും ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും ബാൽക്കണിയും വരുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ ഫ്ലാറ്റായിരുന്നു അത്. അവൻ ഒരാൾക്ക് അത് ധാരാളമായിരുന്നു. പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് മേഘകൾ വായിക്കുമ്പോൾ കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി കടന്നു പോകുന്നുണ്ടായിരുന്നു. അവനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ. ഒരു നിമിഷം ആ ചിന്തയിൽ അവളൊന്ന് വെട്ടിവിറച്ചുപോയി. ഏകദേശം രാത്രി 7 മണിയോടടുത്തിരുന്നു അവൻ വീട്ടിലെത്തുമ്പോൾ. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് അവൾ ചെന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണു പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവൾ വേഗം വാതിൽ തുറന്നു. വാതിൽ തുറന്ന അവൻ അവളെ കണ്ടതും ഒന്ന് ചിരിച്ചു. അവളും പതിയെ ഒന്ന് ചിരിച്ചു. അവൻ റൂമിൽ പോയി ഫ്രഷായി വരുമ്പോഴേക്കും അവൾ ചായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാൻ ഒരാളുള്ളതിൻ്റെയും ചായ ഉണ്ടാക്കി തരുന്നതിൻ്റെയും ഒന്നും സുഖം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിറ്റേന്ന് അവൻ ഓഫീസിൽ പോയി വന്ന് വൈകുന്നേരത്തെ ചായ കുടിക്കുമ്പോഴാണ് അവളോട് അവളുടെ കാര്യങ്ങളെപ്പറ്റി അവൻ ചോദിച്ചത്. അന്ന് രാത്രിയിൽ സംഭവിച്ചതും അതുവരെ അവളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും എല്ലാം ചോദിച്ചറിയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്നത് അവളെ പൂർണ്ണമായും അറിയാനുള്ള അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കൂടിയായിരുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ അത് കാണാതിരിക്കാനായി തിരിഞ്ഞു നിന്ന് അവൻ വേഗം അത് തുടച്ചു കളഞ്ഞു. അപ്പോഴും അഖിലിനോടുള്ള പക അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നിരുന്നു. അവന് കിട്ടേണ്ടതുപോലെ കിട്ടിയിരിക്കുമെന്ന് വിഷ്ണു മനസ്സിൽ ഉറപ്പിച്ചു. അവനെന്നല്ല ആരും ഇത്തരം ഒരു ദ്രോഹം ഒരു പെണ്ണിനോടും ചെയ്യാതിരിക്കേണ്ടതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അഖിലിനെ തൻ്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ മുഖത്ത്. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, അവനുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി താൻ പേടിക്കേണ്ട.
ഇപ്പോൾ ഞാനില്ലേ കൂടെ, ഇവിടെ നിന്ന് ഒരുത്തനും നിന്നെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമ്പോൾ അവളും ആഗ്രഹിച്ചു തുടങ്ങുകയായിരുന്നു അവൻ എന്ന കൂട്ട്. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. രാവിലെ അവൻ പോയി കഴിഞ്ഞ് വൈകുന്നേരം അവൻ വരുന്നത് വരെ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഇടയ്ക്ക് TV കണ്ടും അടുക്കളയിൽ പലതും പരീക്ഷിച്ചും അവൾ സമയം നീക്കി. അതിനിടയിൽ അവൾക്ക് അവൻ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി. പക്ഷേ അവർക്കിടയിൽ ആ ഫോണിന്റെ ഉപയോഗം ഒരിക്കലും വേണ്ടി വന്നിരുന്നില്ല. അധിക സംസാരമൊന്നുമില്ലെങ്കിലും അവന്റെ നോട്ടങ്ങളിൽ പലപ്പോഴും അവൾക്കൊരു പ്രത്യേകമായ സ്നേഹവും സുരക്ഷയും തോന്നിയിരുന്നു. രാവിലെ അവൻ പോകുമ്പോൾ പുറത്തേക്ക് പോകരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കണം തുടങ്ങിയ ഉപദേശങ്ങൾ കൊടുക്കുന്നത് പതിവായിരുന്നു. അവൾ അതെല്ലാം കേട്ടൊരു പുഞ്ചിരിയോടെ തലയാട്ടും. അവൾക്കു വേണ്ടി എപ്പോഴും അവനൊരു പുഞ്ചിരി തന്റെ ചുണ്ടുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. രണ്ടുപേരും തമ്മിൽ അധിക സംസാരമൊന്നുമില്ലെങ്കിലും ആ മിഴികൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കുമായിരുന്നു. മൗനം പോലും വാചാലമാകുമായിരുന്നു. വർക്കിന്റെ സ്ട്രെസ് കൊണ്ട് തലവേദന എടുക്കുമ്പോൾ നെറ്റിയും തലയും മസാജ് ചെയ്തു കൊടുക്കുന്ന അവൾ അവനൊരു കൗതുകമായിരുന്നു. അവൾ വന്നതിന് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ അവനൊരു പ്രത്യേക ഉത്സാഹമായിരുന്നു. വൈകിട്ട് അവൻ വന്നാൽ രാത്രിയിലെ അത്താഴമുണ്ടാക്കുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. എങ്കിലും പലപ്പോഴും അവർക്കിടയിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. പക്ഷേ ആ മൗനത്തിന് പോലും വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു. ഒരു ദിവസം നനഞ്ഞു കുളിച്ചാണ് അവൻ വീട്ടിലേക്ക് കയറി വന്നത്. വാതിൽ തുറന്ന് അവൾ കാണുന്നത് ആകെ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. അവൾ വേഗം ചെന്നൊരു തോർത്തെടുത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൻ സ്വയം തല തോർത്തുമ്പോൾ അവൾക്ക് അവന്റെ നനഞ്ഞ മുടികളെ തോർത്തിക്കൊടുക്കുവാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. എന്താണ് അവൾക്ക് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു പ്രണയത്തിന്റെ മാന്ത്രിക വലയിൽ അകപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. ചിരിക്കുമ്പോൾ തെളിയുന്ന അവന്റെ നുണക്കുഴിയിലേക്കും കുഞ്ഞി കണ്ണുകളിലേക്കും ഒരു നിമിഷം അവൾ നോക്കി നിന്നു. മുടിയിൽ നിന്നും നെറ്റിയിലൂടെ മുഖത്തേക്കൊഴുകുന്ന വെള്ളത്തുള്ളികളിൽ ആയിരുന്നു അവളുടെ നോട്ടം അത്രയും. തല തോർത്തി പെട്ടെന്ന് തല ഉയർത്തിയ വിഷ്ണു കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന മീരയെയാണ്. ഒരു നിമിഷം അവന്റെ കണ്ണുകളും അവളുടെ കണ്ണുകളുമായി ഉടക്കി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ വേഗം മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. മാന്ത്രികത നിറച്ച അവളുടെ കണ്ണുകളിൽ താൻ വീണുപോകുമെന്ന് തോന്നിയ പോലെ. അതുമല്ലെങ്കിൽ തന്റെ കണ്ണുകളിൽ നിന്ന് തന്റെ ഇഷ്ടത്തെ അവൾ തിരിച്ചറിഞ്ഞാലോ എന്ന് പേടിച്ച പോലെ. അപ്പോഴും അവൻ അറിയാതെ തന്നെ പേരറിയാത്ത എന്തോ ഒന്ന് അവളോട് അവന്റെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ അത്താഴമുണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുമ്പോൾ വിഷ്ണു നന്നായി തുമ്മുന്നുണ്ടായിരുന്നു. കുറേ നേരം അതുതന്നെ ആവർത്തിച്ചപ്പോൾ മീര അവനോട് അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് അവൾ അവനെ പോയി വിളിച്ചത്. അപ്പോഴേക്കും അവന്റെ ഒച്ച നന്നായി അടച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ തുമ്മുന്നുമുണ്ടായിരുന്നു. അവന് ഫുഡ് കഴിക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൻ മെല്ലെ എഴുന്നേറ്റ് പോയി വാതിലടച്ചു കിടന്നു. രാവിലെ അവനുള്ള കോഫിയുമായി അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പനിച്ചു വിറച്ചു കിടക്കുന്ന വിഷ്ണുവിനെയാണ്. അവൾ ഒന്ന് മടിച്ച് അവന്റെ നെറ്റിയിലേക്ക് കൈവച്ചു നോക്കി. തൊട്ടാൽ പൊള്ളുന്ന ചൂടിലും അവൻ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം പോയി ചുക്കുകാപ്പി ഇട്ടുകൊണ്ടുവന്ന് അവനെ വിളിച്ചു. പതിയെ അവനത് കൈനീട്ടി വാങ്ങുമ്പോഴേക്കും അവൾ ആ ഗ്ലാസ് അവന്റെ ചുണ്ടോട് ചേർത്തിരുന്നു. ആ വല്ലായ്മയിലും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. പക്ഷെ അമ്മയ്ക്കൊരു കുഞ്ഞിനോട് തോന്നുന്ന ഒരു വാത്സല്യമായിരുന്നു അവൻ ആ കണ്ണുകളിൽ അപ്പോൾ കണ്ടത്. ആ ചുക്കുകാപ്പി കുടിച്ചു കഴിയുമ്പോഴേക്കും അവൻ നന്നായി വിയർത്തിരുന്നു. ശർക്കരയുടെ മധുരവും കുരുമുളകിന്റെയും ചുക്കിന്റെയും എരിവും തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ അവന് വല്ലാത്തൊരാശ്വാസം തോന്നി. ഇടയ്ക്കിടെ തുണി നനച്ചു നെറ്റിയിലിട്ടുകൊടുത്തും കഞ്ഞി കോരി കുടിപ്പിച്ചും സ്വന്തം അമ്മയായി മാറുകയായിരുന്നു പിന്നെയുള്ള 2 ദിവസവും അവൾ. 2 ദിവസത്തിനു ശേഷം പനിയെല്ലാം മാറി ഓഫീസിലേക്ക് പോകുമ്പോൾ അവന്റെ മനസ്സ് വല്ലാത്തൊരു സന്തോഷം പേറിയിരുന്നു. എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു അവൻ ഓഫീസിലേക്ക് പോയത്. ചില കാര്യങ്ങൾ അവൻ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. അവളോട് തന്റെ മനസ്സിലുള്ളത് പറയണം. ആരുമില്ലാത്ത തന്നെ, ആരുടെയും സ്നേഹം അറിയാത്ത തന്നെ ഇനിയുള്ള കാലം കൂടെ നിന്ന് സ്നേഹിക്കാമോ എന്ന് മീരയോട് ചോദിക്കണം. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു ആ സമയം. വളരെ ഉത്സാഹത്തോടെയാണ് അവൻ അന്ന് വീട്ടിലേക്ക് വന്നത്. 2 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് അവൾ വന്ന് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന് അവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. മുടിയെല്ലാം പാറിപ്പറന്ന് കണ്ണെല്ലാം ചുവന്ന് ആകെ കോലം കെട്ടുപോയ അവളെ അവൻ ഒരു ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും അവൾ തുമ്മി തുടങ്ങിയിരുന്നു. എന്നെ ശുശ്രൂഷിച്ച് അവൾക്ക് പനി വന്നതാലോചിച്ച് അവന് പാവം തോന്നി. എങ്കിലും തന്റെ അസുഖം പകുത്തെടുത്ത അവളെ അവൻ ഒരു നോവ് കലർന്ന പുഞ്ചിരിയോടെ നോക്കി. അവൾ അവനെ നോക്കിയതിന്റെ ഇരട്ടി കരുതലോടെ അവൻ അവളെ നോക്കി. ഫുഡ് വാരിക്കൊടുത്തും മരുന്ന് കുടിക്കാതിരിക്കുമ്പോൾ വഴക്കു പറഞ്ഞും ചേർത്ത് പിടിച്ചും അവൻ അവൾക്കും ആ ദിവസങ്ങളിൽ അമ്മയായി മാറി. എന്തായാലും ഇഷ്ടമെല്ലാം ഇനി പനി മാറിയിട്ട് പറയാമെന്ന് കരുതി അവൻ തൽക്കാലം ഒന്നും പറഞ്ഞില്ല. എങ്കിലും അപ്പോഴേക്കും 2 പേരുടെയും മിഴികൾ പരസ്പരം പ്രണയം കൈമാറി തുടങ്ങിയിരുന്നു. അന്നൊരു ദിവസം വൈകിട്ട് അവൾ അവന് ചായ കൊണ്ടു കൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോഴാണ് വിഷ്ണു അവളെ പിറകിൽ നിന്നും വിളിച്ചത്. മീര, ഒന്നവിടെ നിന്നേ. അവൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കി.
ഞാനൊരു കാര്യം പറഞ്ഞാൽ മീര അതിനെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതിനിയും പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് പറയാതിരിക്കും തോറും മനസ്സ് അത്രയേറെ ഒരു ഭാരത്തെ പേറുന്നുണ്ട്. ഇനിയും ഇത് താങ്ങാൻ എനിക്ക് വയ്യ. അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അവൾ കാതോർത്തു. ആ നിമിഷം താൻ ആഗ്രഹിച്ചത് തന്നെ ആവണേ അവൻ പറയാൻ പോകുന്നത് എന്ന് മീരയും ആഗ്രഹിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം അവൻ പറഞ്ഞു തുടങ്ങി. മീര, ഇതൊരു സഹതാപത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദയയുടെ പേരിലോ അല്ല ഞാനിത് പറയുന്നത്. കാരണം നിന്നോട് സഹതാപം തോന്നുവാൻ തക്കവണ്ണം ഒന്നും എൻ്റെ കയ്യിലില്ല. അതെന്താണെന്ന് നിനക്കറിയോ? അവളൊന്നും മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി. ഞാനും നിന്നെപ്പോലെ ഒരു അനാഥനാണ്. എനിക്കും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഇത്രയും കാലം അനാഥത്വത്തിൻ്റെ ഭീകരത അറിഞ്ഞവനാണ് ഞാൻ. ഒറ്റപ്പെടലിൻ്റെ, അവഗണനയുടെ, പുച്ഛത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ചേർത്തു പിടിക്കാൻ പോലും ആരുമില്ലാത്തതിൻ്റെ വേദന അറിഞ്ഞവനാണ് ഞാൻ. അനാഥത്വത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും എന്നോ തോറ്റുപോകുമായിരുന്നു, വഴിതെറ്റിപ്പോകുമായിരുന്നു ഞാൻ. ഞാൻ പഠിച്ചതും ഇന്നീ നേടിയെടുത്തതും എല്ലാം ദൈവത്തിൻ്റെ കൃപ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാനും നീയുമൊക്കെ ഒരുപോലെയാണടോ. എനിക്കും ആരുമില്ല, നിനക്കും ആരുമില്ല. അതുകൊണ്ട് അവൻ അവളുടെ കൈകളെ അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ നീയും നിനക്ക് സ്നേഹിക്കാൻ ഞാനുമായി നമുക്കിനി ഒരുമിച്ച് ജീവിച്ചൂടെ? എന്തോ തൻ്റെ കൂട്ട് ഞാനിപ്പോൾ അത്രയേറെ കൊതിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഇതുവരെ സ്നേഹം എന്തെന്നറിയാതെ പോയ ഒരുത്തൻ്റെ അത്യാഗ്രഹം കൂടിയായിരിക്കാം. പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. ഒരുത്തനും വിട്ടുകൊടുക്കാതെ, ഒരിക്കലും ഈ കണ്ണ് നിറയാൻ ഇടവരുത്താതെ തന്നെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തിക്കോളാം, എന്നും, ഈ ശ്വാസം പോകുന്നതുവരെയും. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും അവന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കേട്ടത് സത്യമാണോ അല്ലയോ എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാതെ അവൾ തരിച്ചു നിന്നു. കാരണം അവൻ്റെ കൂടെ കൂടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെയും മോശമായി സംസാരിക്കുകയോ തൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടുകയോ എന്തിന് തെറ്റായ കണ്ണുകൊണ്ടൊന്ന് നോക്കുകയോ പോലും അവൻ ചെയ്തിട്ടില്ല. അന്നേ തിരിച്ചറിഞ്ഞിരുന്നു അവൻ്റെ മനസ്സിലെ നന്മയെ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്നോ അവനോടൊരു ബഹുമാനം തോന്നി തുടങ്ങിയിരുന്നു. പിന്നെ പിന്നെ അതിനൊരു പ്രണയത്തിൻ്റെ രൂപം വന്നു ചേരുന്നതും അവൾ അറിഞ്ഞിരുന്നു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് പറന്നുയരാൻ തുടങ്ങുമ്പോഴാണ് അഖിലിൻ്റെ ക്രൂരത നിറഞ്ഞ മുഖം അവൾക്ക് ഓർമ്മ വരുന്നത്. തന്നെ അത്രയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതും ബലമായി തന്നെ കീഴടക്കുന്നതും ഓർമ്മ വന്നതും അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ കൈ വിടുവിച്ച് പിന്നോട്ട് നീങ്ങി. അതൊട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നതിനാൽ അവനും ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം അവനും അറിയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹം. അവൾക്കും തന്നെ ഇഷ്ടമാണെന്നാണ് കരുതിയിരുന്നത്. അവളോടൊപ്പം താൻ സ്വപ്നം കണ്ട ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ വീണുടയുകയാണോ എന്നവന് തോന്നി. അവൾ ഒന്നും പറയാതെ മുറിയിൽ കയറി വാതിലടച്ചു. 2 മുഖങ്ങൾ അവളുടെ മനസ്സിൽ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് താനെന്ന പെണ്ണിനെ അത്രയേറെ ബഹുമാനത്തോടെ കാണുകയും ഒരു നോട്ടം കൊണ്ട് പോലും ശല്യം ചെയ്യാതെ അത്രയേറെ തന്നെ സ്നേഹിക്കുന്ന വിഷ്ണു. മറുഭാഗത്ത് പെണ്ണിനെ വെറും സെക്സ് ടോയ് ആയി മാത്രം കാണുന്ന, ബലമായി തന്നെ പ്രാപിക്കുന്ന ക്രൂരത നിറഞ്ഞ അഖിലിൻ്റെ മുഖവും. അവൻ തൊടാത്ത ഒരിടം പോലും തൻ്റെ ശരീരത്തിൽ ഇല്ലെന്നോർത്തതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വിഷ്ണുവിന് കൊടുക്കാൻ തൻ്റെ കയ്യിൽ എന്താണുള്ളത്? പരിശുദ്ധമായ ഒരു ശരീരം പോലും ഇല്ലെന്ന ചിന്ത അവനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന് മുൻപിൽ വിലങ്ങുതടിയായി നിന്നു. പക്ഷേ അവനെന്ന കൂട്ട് അവൾ അത്രയേറെ ആഗ്രഹിച്ചതായിരുന്നു. അവനില്ലാതെ ഇനി തനിക്ക് വയ്യ. അത്രമേൽ താൻ അവനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇനി അവനിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. ഏറെ നേരം കഴിഞ്ഞ് മുഖമമർത്തി തുടച്ച് അവൾ വാതിൽ തുറക്കുമ്പോൾ വിഷ്ണു തലയ്ക്ക് കൈകൊടുത്ത് സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അവൻ മെല്ലെ മുഖമുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവൻ കരഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. തനിക്ക് വേണ്ടി കരയുന്ന ആണൊരുത്തനെ അവൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അത് കാണെ അവളുടെ നെഞ്ചൊന്ന് നീറി. മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഏട്ടൻ എന്നെ സ്നേഹിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? ആ ദ്രോഹി എന്നെ. അവൻ വലിച്ചെറിഞ്ഞ അവൻ്റെ എച്ചിൽ മാത്രമാണ് ഞാൻ. ഏട്ടന് തരാൻ ഒരു നല്ല ശരീരം പോലും ഇപ്പോൾ എനിക്കില്ല. എന്നെ ഏട്ടന് സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഏട്ടനെ മാത്രം സ്നേഹിച്ച് എന്നും ഞാൻ കൂടെ നിന്നോളാം. അത് പറയുമ്പോഴേക്കും അവൾ അവൻ്റെ കാൽക്കൽ വീണ് ആ കാലുകൾ മുറുക്കെ പിടിച്ചു കരഞ്ഞിരുന്നു. അവൾ അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞതും അവനൊന്ന് ഞെട്ടിപ്പോയി. പിന്നെ പതിയെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഞാൻ സ്നേഹിച്ചത് തൻ്റെ ശരീരത്തെ അല്ലടോ, തൻ്റെ ഈ മനസ്സിനെയാ. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരമ്മയുടെ സ്നേഹം തന്നു കൂടെ നിന്ന, ഈ കുഞ്ഞു കണ്ണുകളിൽ എപ്പോഴും എന്നോടുള്ള പ്രണയം, സ്നേഹം ഒക്കെ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞു മനസ്സില്ലടോ. ഈ കുഞ്ഞു മനസ്സ്, അതിനെയാണ് ഞാൻ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നതും. ആ മനസ്സ് എനിക്ക് തന്നൂടെ? അത്രയും പറഞ്ഞ് അവൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. അവളും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു.
പരസ്പരം ഇറുക്കി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കാമത്തിന്റെ ഒരു ലാഞ്ചന പോലും അതിലില്ലായിരുന്നു. അവിടെ നിറഞ്ഞു നിന്നത് അത്രയും ഇതുവരെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത രണ്ടുപേരുടെ പരസ്പരം സ്നേഹം പങ്കിടുവാനുള്ള ഹൃദയത്തിന്റെ അടങ്ങാത്ത വെമ്പൽ മാത്രമായിരുന്നു, വാത്സല്യം മാത്രമായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ അവൾ അവനെയും അവൻ അവളെയും പുണർന്നു. ശേഷം അവൻ അവളുടെ മുഖമുയർത്തി ആ നെറ്റിത്തടത്തിൽ പതിയെ ചുംബിച്ചു. അന്ന് രാത്രി ഒരു പാത്രത്തിൽ നിന്ന് പരസ്പരം ഫുഡ് വാരിക്കൊടുത്ത് കഴിക്കുമ്പോൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പങ്കുവെക്കലിന്റെ സുഖം കൂടി അവർ അറിഞ്ഞിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ വാതിൽക്കൽ എത്തിയപ്പോൾ രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. ആ രണ്ടു ജോഡി മിഴികൾ പരസ്പരം നോക്കി നിന്നു. പിന്നീട് അവൻ കൈകൾ രണ്ടും വിടർത്തിപ്പിടിച്ച് അവൾക്ക് നേരെ പുഞ്ചിരിക്കുമ്പോൾ അവൾ ഓടി വന്ന കൈക്കുള്ളിൽ ചേക്കേറിയിരുന്നു. അന്ന് രാത്രി അവന്റെ നെഞ്ചോടൊട്ടിക്കിടക്കുമ്പോൾ അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാണിന്റെ കരുതലും സ്നേഹവും അവൾ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളെ അവൻ രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കൂട്ടിനായി അവിടേക്ക് ഒഴുകിയെത്തിയ പാതിരാക്കാറ്റ് രാത്രിയിൽ മാത്രം പൂക്കുന്ന നിശാഗന്ധിയുടെ ഗന്ധവും പേറിയിരുന്നു. അവിടെ അഖിലുമായിട്ടുള്ള വിവാഹം വെറും ഒരു കള്ളനാടകമായതുകൊണ്ട് തന്നെ അവരുടെ വിവാഹമൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അന്നൊരു ദിവസം രാവിലെ കോളിംഗ് ബെൽ കേട്ട് അഖിൽ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് കാക്കി യൂണിഫോമിട്ട പോലീസുകാരെയാണ്. കാര്യം എന്തെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴാണ് ജീപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മീരയെ അവൻ കണ്ടത്. ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ ഇരയെ കിട്ടിയ സന്തോഷം നിറഞ്ഞു. പിന്നീട് ആ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത വന്നു നിറയുന്നത് മീരയും വിഷ്ണുവും നോക്കി കണ്ടു. വിഷ്ണു അഖിലിന്റെ നേരെ ചെന്ന് മുഖം നോക്കി ഒന്ന് കൊടുത്തതും അഖിൽ നിലത്തേക്ക് വീണുപോയിരുന്നു. പിന്നെ പതിയെ മീരയെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഈ വീട്ടിലിട്ടല്ലേ ഇവൻ കഷ്ടപ്പെടുത്തിയത്? ഇവിടെ വെച്ച് തന്നെ നിനക്ക് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തേക്ക്. ആരുടെയും ഒന്നും നമുക്ക് വേണ്ട. ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ അവനത് പറയുമ്പോൾ മീരയുടെ കണ്ണുകളിൽ അവനോടുള്ള അടങ്ങാത്ത ദേഷ്യമായിരുന്നു. അവൻ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ ഓർത്തപ്പോൾ അവളിൽ പക ആളിക്കത്തി. ശേഷം വിഷ്ണു രണ്ട് കൈയും മാറിൽ പിണച്ചു കെട്ടി അഖിലിനെ നോക്കി മാറി നിന്നു. മീര അഖിലിന്റെ നേരെ ചെന്ന് രണ്ട് കവിളിലും മാറി മാറി അടിക്കുമ്പോഴും അവളുടെ ദേഷ്യം കുറഞ്ഞിരുന്നില്ല. അവസാനം ഒരു കിതപ്പോടെ അവൾ മാറി നിൽക്കുമ്പോൾ വിഷ്ണു അവളെ ചേർത്തു പിടിച്ചു. അവൾ പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ എന്ന ആ വലിയ സ്നേഹത്തെ തനിക്ക് തന്ന ദൈവത്തിനോട് അപ്പോഴേക്കും ഒരു 100 ആവർത്തി അവൾ നന്ദി പറഞ്ഞു കഴിഞ്ഞിരുന്നു. കോടതി മുറിയിൽ നിന്നും ജയിലിലേക്ക് അഖിലിനെ കൊണ്ടുപോകുമ്പോൾ പുറത്തു കാഴ്ചക്കാരായി മീരയും വിഷ്ണുവും അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അഖിലിന്റെ കത്തുന്ന നോട്ടം അവൾക്ക് നേരെ നീണ്ടു വന്നതും വിഷ്ണു അവനെ തുറച്ചു നോക്കി. എന്നിട്ട് പതിയെ മീരയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി. ആ ചേർത്ത് നിർത്തലിൽ ഉണ്ടായിരുന്നു ഇനി അഖിലിനെന്നല്ല ഒരുത്തനും ഇവളെ വിട്ടുതരില്ല എന്ന അവന്റെ ദൃഢനിശ്ചയം. അവന്റെ ആ കരുതലിൽ മതിമറന്ന് അവളും അവനോട് ചേർന്നു നിന്നു. രാത്രി പുറത്തു മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. വൈകുന്നേരം തുടങ്ങിയ മഴയാണ്, ഇതുവരെയും തോർന്നിട്ടില്ല. ഏകദേശം 8 മണിയോടടുത്തിരുന്നു വിഷ്ണു ഓഫീസിൽ നിന്നും വീട്ടിലേക്കെത്താൻ. വരുന്നതും കാത്ത് ഉമ്മറത്തിരിക്കുന്ന അവളെ അവനൊന്ന് പുഞ്ചിരിയോടെ സൂക്ഷിച്ചു നോക്കി. അവൻ ഉമ്മറത്തേക്ക് കയറിയതും അവൾ അവന്റെ തല തോർത്തിക്കൊടുത്തു. ഒരു കള്ളച്ചിരിയോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ സമയം അവളുടെ കവിളുകൾക്ക് നാണം കലർന്ന രക്തവർണ്ണമായിരുന്നു. എന്താണ് ഭാര്യയെ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അവൻ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. ആണല്ലോ, ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ്. അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ വെറുതെ പിടിച്ചു തിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്താണാവോ കാര്യം? നമ്മളോടും കൂടി ഒന്ന് പറ. അവൻ കുസൃതിയോടെ അവളെ നോക്കി. അതൊക്കെ പറയാം, ആദ്യം കള്ളപ്പോലീസ് പോയി ഫ്രഷ് ആയിട്ട് വാ. അവൾ അതും പറഞ്ഞ് അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു. ശേഷം അടുക്കളയിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവളുടെ മുഖത്ത് വല്ലാത്തൊരു നാണം കലർന്നിരുന്നു. എന്തോ ഓർമ്മയിലിരിക്കുന്ന അവളുടെ അരക്കെട്ടിലൂടെ അവൻ വന്ന് ചുറ്റിപ്പിടിച്ചപ്പോഴാണ് അവൾ ഞെട്ടി സ്വബോധത്തിലേക്ക് വന്നത്. അവളുടെ തോളിൽ താടി കുത്തി അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരും വല്ലാത്തൊരു സന്തോഷത്തെ പേറിയിരുന്നു. അവന്റെ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കിയതും അവൾ പൊട്ടിച്ചിരിച്ചു. എന്താണ് ഭാര്യയെ, ആ സന്തോഷവാർത്ത ഒന്ന് പറ, ഞാനും കേൾക്കട്ടെ. ശേഷം അവൾ അവനെ കൈപിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവന്റെ കണ്ണുകൾ അവൾ പതിയെ കൈകൊണ്ട് മൂടി. സർപ്രൈസോ? അവൻ ചിരിയോടെ ചോദിച്ചു. ശേഷം അവൾ അവന്റെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ചു കൊടുത്തു. മെല്ലെ തുറന്നു നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അതെന്താണെന്നറിയാനുള്ള കൗതുകം നിറഞ്ഞിരുന്നു. ആ ബോക്സ് തുറന്ന് അതിനുള്ളിലുള്ള സാധനം കയ്യിലെടുത്തതും അവന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. ചുവപ്പ് വരകൾ തെളിഞ്ഞിരിക്കുന്ന പ്രഗ്നൻസി കിറ്റ് കണ്ടതും അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഒരു നിമിഷം സന്തോഷത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയും അവളെ അവൻ നോക്കി. അവന്റെ നോട്ടം കാണുമ്പോൾ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവപ്പ് കലരുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. അപ്പോൾ നമുക്കും സ്വന്തമെന്ന് പറയാൻ ഭൂമിയിലേക്ക് ഒരാൾ വരാൻ പോവുകയാണല്ലേ? താങ്ക് യു ഡാ. അത് പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു.
കണ്ണീരിനിടയിലും ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്തു പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിക്കുമ്പോൾ പുറത്തു മഴ മണ്ണിനെയും ശക്തിയിൽ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. ശക്തിയേറിയ കാറ്റ് വന്ന് ജനവാതിൽ വലിച്ചടയ്ക്കുമ്പോൾ അവരും പ്രണയത്തിന്റെ ആഴിയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നിരുന്നു. ഇന്ന് അവരൊരു യാത്രയിലാണ്. ഒരിക്കൽ അവൾ ആഗ്രഹിച്ചതുപോലെ ഏറെ സന്തോഷത്തോടെ തൻ്റെ സിസ്റ്റർ അമ്മയെ കാണാൻ, ഒപ്പം അവരുടെ പ്രണയം പ്രാണൻ പകുത്തു നൽകിയ കുരുന്നു ജീവനെ ഒരാൾ ഉദരത്തിലും ഒരാൾ ഹൃദയത്തിലും വഹിച്ചുകൊണ്ട്.